ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുളുത്തുണ്ടാക്കാനാണ്. ഇതിനെ പഴങ്കഞ്ഞി എന്ന് പറയും. പണ്ടത്തെ ആൾക്കാർ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇന്ന് വളരെ ഔഷധ ഉള്ളൊരു സാധനമാണ്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി വേണം, പിന്നെ മുളക് വേണം, പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി വേണം, പിന്നെ കുറച്ച് സാൾട്ട് വേണം, പിന്നെ നമ്മുടെ ഇടിമുട്ടിയും വേണം ഗൈസ്. ഏറ്റവും പ്രകാരം നമ്മൾ ഇന്നലത്തെ കഞ്ഞിയാണ് ഗൈസ്. പിന്നെ മോരും കൂടി വേണം ഗൈസ്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്ന പാത്രം ഇതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് കഞ്ഞി എടുത്തിടാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഇത്ര കഞ്ഞിയെ എടുക്കുന്നുള്ളൂ ഗൈസ്. ഇത്ര കഞ്ഞി ഞാൻ എടുക്കുന്നത്. ഇത്ര കഞ്ഞി ഞാൻ എടുത്തു ഗൈസ്. ശേഷം നമുക്കിതാ ചെറിയ ഉള്ളി നമുക്ക് മുറിച്ചെടുക്കാം ഗൈസ്. ഇതിൻ്റെ തോലിങ്ങനെ കളയണം. ഉള്ളി മതി. അതിനുശേഷം നമുക്ക് ഇടിമുട്ടിയും കൊണ്ട് ഉള്ളി ചതക്കാം. ഉള്ളിയും ഇഞ്ചിയും ചതക്കാം ഗൈസ്. അപ്പോൾ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചതക്കാം. നല്ലോണം ചതച്ചെടുക്കാം ഗൈസ്. നമുക്ക് ഉള്ളി ചതച്ച് നമുക്ക് പച്ചമുളക് ഇങ്ങനെ ഇതിൻ്റെ നെട്ട് പൊടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് മുറിക്കാം. അതിനുശേഷം ഈ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ചതക്കാം ഗൈസ്. ഞാൻ കുറച്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു പച്ചമുളകാണ്, കാരണം ഈ പച്ചമുളകിന് വളരെ എരിവ് കൂടുതലാണ്. നമുക്കിതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, നമുക്ക് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് കുടിക്കാം. നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മോര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കഞ്ഞിയിലേക്ക്. നമ്മൾ മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിടാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇടാം, നിങ്ങൾക്ക് ടേസ്റ്റ് തോന്നുന്ന അത്ര ഇടാം ഗൈസ്. അതിനുശേഷം ഞാനിത് കഴിച്ച് നോക്കിയിട്ട് വീണ്ടും ഉപ്പിടും ഗൈസ്. അതിനാണ് ചെറുങ്ങനെ ഇട്ടത്. അതിനുശേഷം നമുക്ക് ഈ മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചെറിയിട്ട് കൊടുക്കാം. പിന്നെ ഗൈസ് നമ്മളെ കുളുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ തണുപ്പും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ബൈ. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ഓണാക്കട്ടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ബൈ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നോക്കട്ടെ.